ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പങ്കെടുക്കുന്ന കോഴിക്കോട് ജില്ലയിലെ വികസിത കേരളം കൺവെൻഷൻ ഇന്നും നാളെയുമായി നടക്കും. ബി.ജെ.പി. സംഘടനാ ജില്ലാ അടിസ്ഥാനത്തിൽ നടക്കുന്ന പരിപാടി ഇന്ന് കോഴിക്കോട് സിറ്റി ജില്ലയിലായിരിക്കും നടക്കുക. നാളെ കോഴിക്കോട് നോർത്ത്, കോഴിക്കോട് റൂറൽ ജില്ലകളിലും പരിപാടി നടക്കും. ഗോകുൽ കെ വേണുഗോപാൽ ചേരുന്നു. ഗോകുൽ, ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പങ്കെടുക്കുന്ന വികസിത കേരളം കൺവെൻഷൻ ഇന്ന് കോഴിക്കോട് ജില്ലയിലാണല്ലോ ഇന്നും നാളെയുമായി നടക്കുക. വിവരങ്ങൾ. കോഴിക്കോട് റവന്യൂ ജില്ലയിൽ ബി.ജെ.പിക്ക് സംഘടനാടിസ്ഥാനത്തിൽ 3 ജില്ലകളാണുള്ളത്. കോഴിക്കോട് സിറ്റി, കോഴിക്കോട് നോർത്ത്, കോഴിക്കോട് റൂറൽ എന്നിങ്ങനെയാണ്. അതിൽ കോഴിക്കോട് സിറ്റി ജില്ലയുടെ പരിപാടിയായിരിക്കും ഇന്ന് വൈകിട്ട് 4 മണിക്ക് നടക്കുന്നുണ്ടാവുക. കഴിഞ്ഞ ദിവസം മുതൽ തന്നെ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കോഴിക്കോട് ജില്ലയിലുണ്ട്. വിവിധ തരത്തിലുള്ള സന്ദർശനങ്ങളും കാര്യങ്ങളും ഒക്കെ അദ്ദേഹത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമായി നടപ്പിലായി വരുന്നു. നമുക്കറിയാം, തൃശ്ശൂർ ജില്ലയിൽ നിന്നായിരുന്നു വികസിത കേരളം കൺവെൻഷൻ യാത്ര ആരംഭിച്ചത്. അന്ന് തൊട്ട് ഇന്ന് വരെ തൻ്റെ വികസന കാഴ്ചപ്പാടുകൾ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് ഈ യാത്ര മുന്നോട്ടേക്ക് പോകുന്നത്. രാഷ്ട്രീയമായി സംസ്ഥാന സർക്കാരിനെ വിമർശിക്കാനും കോൺഗ്രസിനെയൊക്കെ വിമർശിക്കാനും അദ്ദേഹം സമയം കണ്ടെത്തുന്നുണ്ട്. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ എന്നതിനേക്കാൾ ഉപരിയായിട്ട് ടെക്നോക്രാറ്റ് ആയിട്ടുള്ള ഒരു സംരംഭകരൊക്കെ ആയിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരന്റെ വികസന കാഴ്ചപ്പാടുകളൊക്കെ കേൾക്കാൻ രാഷ്ട്രീയത്തിനതീതമായിട്ട് ആളുകൾ ഈ വേദിയിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏത് സ്ഥലത്തു നിന്നാണ് കേരളത്തിന്റെ വികസനം തുടങ്ങേണ്ടത്, വികസന വഴിയിൽ കേരളത്തിന് എന്താണ് സംഭവിച്ചത് എന്നതിനെ പറ്റിയുള്ള വ്യക്തമായ കാഴ്ചപ്പാടുകൾ രാജീവ് ചന്ദ്രശേഖരൻ ഉണ്ട് എന്ന് ഇതിനോടകം തന്നെ നടന്നിട്ടുള്ള പരിപാടികളിൽ നിന്ന് ബോധ്യമായിട്ടുള്ളതുമാണ്. രാഷ്ട്രീയമായിട്ടുള്ള വിമർശനങ്ങളും അദ്ദേഹം പല വേദികളിലും ഉന്നയിക്കുന്നു. അതായത് ഈ ആശാസമരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എടുത്തു പറയേണ്ടതാണ്. ഒരു 100 രൂപ കൂട്ടി ആശാവർക്കർമാർക്ക് കൂട്ടി നൽകാൻ സാധിക്കാത്ത ഒരു സർക്കാരാണ് 100 കോടി രൂപ ചിലവിൽ സംസ്ഥാന സർക്കാരിൻ്റെ 4 വർഷത്തിന്റെ ഉദ്ഘാടനം അല്ലെങ്കിൽ 4 വർഷത്തിന്റെ പരിപാടികളൊക്കെ നടത്തുന്നത് എന്ന തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ അദ്ദേഹം മുന്നോട്ടേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. ആ രീതിയിൽ ഇതിനോടകം തന്നെ പല വികസന കാഴ്ചപ്പാടുകൾ മുന്നോട്ടേക്ക് വെക്കുന്നതിന്റെ അടിസ്ഥാനത്തിലായാലും രാഷ്ട്രീയപരമായിട്ടുള്ള വിമർശനത്തിന്റെ അടിസ്ഥാനത്തിലായാലും ബി.ജെ.പിയുടെ വികസന യാത്ര എന്തായാലും ശ്രദ്ധിക്കപ്പെട്ടു കഴിഞ്ഞു. ഇന്ന് വൈകിട്ട് 4 മണിക്കായിരിക്കും ഈ രാജീവ് ചന്ദ്രശേഖരൻ പങ്കെടുക്കുന്ന വികസന കൺവെൻഷൻ ഈ കോഴിക്കോട് സിറ്റി ജില്ലയിൽ നടക്കുക. അതിനു മുമ്പ് അദ്ദേഹം പല സന്ദർശനങ്ങളും നടത്തുന്നുണ്ട്. RSSന്റെ ഉത്തര കേരള പ്രാന്ത കാര്യാലയം അദ്ദേഹം സന്ദർശിക്കും. ശേഷം പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്ത് പരിപാടി ബേപ്പൂർ മണ്ഡലത്തിൽ ഒരു സ്ഥലത്ത് വെച്ച് അദ്ദേഹം ശ്രമിക്കും. അതിനുശേഷം മാറാട് ബലിദാനികൾക്ക് പുഷ്പാർച്ചന അർപ്പിക്കും. അതിനോടൊപ്പം തന്നെ ഈ ബി.ജെ.പിയുടെ ജില്ലാ നേതൃയോഗം ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഇന്ന് നടക്കുന്നുണ്ട്. ഇന്നും നാളെയുമായിട്ടായിരിക്കും അദ്ദേഹത്തിന്റെ പര്യടനം, ഈ വികസിത കേരള കൺവെൻഷൻ യാത്രയുമായി ബന്ധപ്പെട്ട പര്യടനം നടക്കുക. കഴിഞ്ഞ ദിവസം രാവിലെ മുതൽ തന്നെ രാജീവ് ചന്ദ്രശേഖർ ജില്ലയിലുണ്ട്. പാൽഗഹാം ആക്രമണത്തിൽ മരണപ്പെട്ട ആളുകൾക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചുകൊണ്ടുള്ള പരിപാടിയിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. മാത്രമല്ല, ഈ ബിഷപ്പിന്റെ അന്ത്യശുശ്രൂഷ ചടങ്ങുകൾ ഇവിടെ തന്നെയുള്ള ദേവമാതാ കത്തീഡ്രൽ പള്ളിയോടനുബന്ധിച്ച മറ്റൊരു വീട്ടിൽ വെച്ച് അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ 3 ദിവസമായിട്ട് അദ്ദേഹം കോഴിക്കോട് ജില്ലയിൽ തന്നെയുണ്ട്. വയനാട് ജില്ലയിൽ നടന്നിട്ടുള്ള പരിപാടി റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം കോഴിക്കോട് ജില്ലയിൽ കഴിഞ്ഞ ദിവസം രാവിലെ തന്നെ തുടരുന്നത്. അത് നാളെ വൈകിട്ട് വരെ ഇവിടെ തുടരുമെന്നാണ് മനസ്സിലാക്കുന്നത്. ശരി, ഗോകുലാണ് വിവരങ്ങൾ നൽകിയത്.